നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 17 ശനി. സ്മാർട്ട് നിലവാരത്തിൽ പുനർനിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡായ CV രാമൻപിള്ള റോഡ്, അതായത് വെള്ളയമ്പലം തൈക്കാട് റോഡ് ഉൾപ്പെടെ BMBC നിലവാരത്തിൽ നവീകരിച്ച സംസ്ഥാനത്തെ 62 റോഡുകൾ ഗതാഗതത്തിന് തുറന്നു. മന്ത്രി V ശിവൻകുട്ടി റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് 3300 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക 29,529 കോടി രൂപയാണെന്ന് അറിയിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം കത്ത് നൽകിയതിനു പിന്നാലെയാണ് അതിൽ നിന്ന് 3300 കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന അറിയിപ്പ് ലഭിച്ചത്. വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതിനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറയ്ക്കൽ. ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് 600 കോടി രൂപ നിക്ഷേപിച്ചാലേ 3300 കോടി രൂപ കടമെടുക്കാൻ ഇനി കേന്ദ്ര അനുമതി നൽകൂ എന്നാണ് സൂചന. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ ബാലറ്റുകൾ തുറന്നു തിരുത്തിയെന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ മുൻ മന്ത്രി G സുധാകരനെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കളക്ടർ അലക്സ് വർഗീസ് നൽകിയ പരാതിയിലാണിത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ US പൗരത്വമില്ലാത്ത വിദേശികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ നികുതി കൊടുക്കേണ്ടി വരും. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് 5% നികുതി ഏർപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ബിൽ കൊണ്ടുവന്നത്. 1 ലക്ഷം രൂപ നാട്ടിലേക്ക് അയക്കുമ്പോൾ 5000 രൂപ നികുതിയായി അടയ്ക്കേണ്ടി വരും. ഗ്രീൻ കാർഡും H1B വിസയുമുള്ള ഇന്ത്യക്കാർക്ക് സാമ്പത്തിക ഭാരമുണ്ടാക്കുന്ന രീതിയാണിത്. വിദേശ പണമിടപാടിന് നികുതി വരുന്നതോടെ US-ലെ ഇന്ത്യക്കാരിൽ നിന്ന് നാട്ടിലേക്കെത്തുന്ന പണത്തിന്റെ തോത് കുറഞ്ഞേക്കാം. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഭിഭാഷകനായ ബെയ്ലിൻ ദാസിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യം നൽകരുതെന്നും ഗൗരവമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രകോപനമുണ്ടാക്കിയത് ജൂനിയർ അഭിഭാഷക ശ്യാമിലിയാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ 7 പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നു. കേരളത്തിൽ നിന്ന് ശശി തരൂർ, ET മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ് എന്നീ MPമാരും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും വിവിധ സംഘങ്ങളിലായുണ്ട്. UK-US ദൗത്യ സംഘത്തെ തരൂരാകും നയിക്കുക. അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖ കേന്ദ്രത്തിൽ അഴിമുഖ ചാനലിലെ മണൽ നീക്കം പ്രതിസന്ധിയിലായതിനെതിരെ പ്രതിഷേധം. അധികൃതരുടെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ തീരദേശ പാതയും തുറമുഖ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസും ഉപരോധിച്ചു. മുതലപ്പൊഴി അഴിമുഖത്ത് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ന്യൂനപക്ഷ കമ്മീഷൻ കളക്ടറോട് ആവശ്യപ്പെട്ടു. മുതലപ്പൊഴി അപകട പരമ്പരയെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും അടിയന്തരമായി പൂർത്തീകരിക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനം. 20-നകം ജില്ലാതല യോഗം ചേർന്ന് മഴക്കാല ദുരന്ത സാധ്യതകളെ നേരിടാൻ പ്രാദേശിക കർമ്മപദ്ധതി തയ്യാറാക്കണമെന്ന് അധ്യക്ഷത വഹിച്ച മന്ത്രി K രാജൻ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ വർഷത്തെ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ അധികമായി വിലയിരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സപ്ലിമെന്ററി ബജറ്റിലൂടെ തുക വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. പാകിസ്ഥാനെതിരായ സൈനിക നടപടികളിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകളും ഇന്ത്യ ഉപയോഗിച്ചു. മെയ് 10 പുലർച്ചെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ 15 ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചുവെന്നാണ് സൂചന. നിപ്പ രോഗചികിത്സയ്ക്കായുള്ള മോണോക്ലോണൽ ആന്റിബോഡി തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ വിജയം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വികസിപ്പിച്ച ആന്റിബോഡികളുടെ മൃഗങ്ങളിലെ ആദ്യഘട്ട പരീക്ഷണമാണ് വിജയിച്ചത്. വന്ദേ ഭാരതിൽ ഉൾപ്പെടെ ട്രെയിനുകളിൽ മോശം ഭക്ഷണം വിതരണം ചെയ്ത സംഭവത്തിൽ കരാറുകാരനെതിരെ കർശന നടപടി വേണമെന്നും യാത്രക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും റെയിൽവേ ജനറൽ മാനേജറുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ തിരുവനന്തപുരം ഡിവിഷനിലെ MPമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആധാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് മാർഗനിർദ്ദേശവുമായി സംസ്ഥാന IT മിഷൻ. സമയബന്ധിതമായി ആധാർ പുതുക്കാത്തത് കാരണം ഒട്ടേറെ പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുന്നില്ല. 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കണം. പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകാൻ സാധ്യതയുണ്ട്. എല്ലാ ആധാർ സേവനങ്ങളും ലഭിക്കാൻ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ ബന്ധിപ്പിക്കണം. കാലവർഷം എത്തുന്നതിനു മുൻപായി ഈ മാസം 23 മുതൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത.
സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ അധിക മഴയായിരിക്കും സംസ്ഥാനത്ത് പെയ്യുക. 27-ന് കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 20 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യത. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം IPL 18-ാം സീസണിന്റെ 2ാം പകുതി ഇന്ന് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. രാത്രി 7:30-ന് ബംഗളൂരു കൊൽക്കത്ത ടീമുകൾ മത്സരിക്കും. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.